ഷിഫിദ, വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഇനി പുറത്തിറങ്ങി വന്നാൽ കൂടുതൽ തെളിവുകളുണ്ട് തനിക്ക്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് നിർത്തില്ല എന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അതിനൊക്കെ ഇനി കുറെ ദിവസം കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ ഈശ്വർ. നിയമവിദഗ്ധർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഈ സമൂഹ മാധ്യമങ്ങളിലെ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലെ വാദങ്ങൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വെട്ടിലാക്കുന്നതാണ് എന്ന്. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ടാണ്. അതായത് അതിജീവിതയുടെ ചിത്രങ്ങളും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു, അതിജീവിതയെ അപമാനപ്പെടുത്തി. മാത്രവുമല്ല, ഈ കേസിന്റെ അന്വേഷണത്തോട് രാഹുൽ ഈശ്വർ പുലർത്തിയ നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ ഈ വാദം നടക്കുമ്പോഴും അതേപോലെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസും ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇന്ന് ഹാജരാകാൻ വേണ്ടി ഇന്നലെ നോട്ടീസ് നൽകാനായിരുന്നു സൈബർ പോലീസ് പോയത്. എന്നാൽ ആ നോട്ടീസ് കൈപ്പറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. കൂടാതെ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പോലീസ് വീടിന് പുറത്തു വന്ന് നിൽക്കുന്നുണ്ടെന്നും ഇതിൽ നിർണായകമായ തെളിവായിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ താൻ ഒളിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അത് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായി എന്നുള്ളതാണ് ഈ കേസിലെ കൗതുകമുള്ളൊരു വസ്തുത. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ അങ്ങനെ സ്റ്റാൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സെഷൻസിൽ അതല്ലെങ്കിൽ അഡീഷണൽ ACJMലൊക്കെ സാധാരണ ബെയിൽ കൊടുക്കുന്ന കേസുകളാണ്. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ കേസിൽ അങ്ങനെയല്ല. ഇയാൾ അന്വേഷണവുമായി നിസ്സഹകരണം പുലർത്തിയെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം, പോലീസിന്റെ വാദം അത് ACJM മുഖവിലേക്ക് എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയ ഒരു വീഡിയോ ഉണ്ട്. തന്റെ വീടിന് മുൻപിൽ പോലീസ് വന്ന് നിൽക്കുന്നു, ഈ പോലീസിനെ കാണാതെ താൻ ഗാഡ്ജറ്റ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഒളിപ്പിക്കാൻ പോകുന്നു. ഇന്ന് തെളിവെടുപ്പിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇനിയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ കോൺഫിഡൻസോടുകൂടി രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ കോടതിയെ അറിയിച്ചു. പ്രത്യേകിച്ച് ഇയാൾ ഈ കുറ്റം ആവർത്തിക്കാനുള്ള സാധ്യത അത് പറഞ്ഞു. ഇയാളുടെ മുൻകാല കേസിന്റെ ചരിത്രം പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട, ഈ ഗാഡ്ജറ്റ്സുകൾ വീണ്ടും എടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിടേണ്ട, ഇനിയും രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യേണ്ട, കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത നിരത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദം ഇപ്പോൾ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14 ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിനെ മാറ്റിയിരിക്കുന്നത്. ഷിഫിദ, കേസിൽ 5 പ്രതികളാണ് അല്ലെങ്കിൽ 5 പ്രൊഫൈലുകളാണ് പ്രതിചേർക്കപ്പെട്ടത്. അതിൽ ഒന്ന് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലെടുത്ത ഒരു നിലപാട് കോടതിയുടേത് വരും ജാമ്യാപേക്ഷകളിലും നിർണായകമാവില്ലേ? ഉറപ്പായിട്ടും. അത് മാത്രവുമല്ല, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അതിജീവിതയെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതിയിലേക്ക് എത്തിയതാണ്. സമാനമായി ആ സംഭവവും ആ മുൻകൂർ ജാമ്യാപേക്ഷയും ഏത് രീതിയിൽ കോടതി പരിഗണിക്കും, കോടതി സമീപിക്കുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി കണക്കാക്കാൻ കഴിയും. കാരണം എങ്ങനെയാകും ഇനി ഈ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ, അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഇതൊക്കെ സ്വാധീനിക്കപ്പെടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതിജീവിത നിയമപരമായി നീങ്ങുമ്പോൾ അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുന്നത്, അവരെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ സാധാരണഗതിയിൽ ഈ പ്രധാനപ്പെട്ട കേസിൽ, ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ തിരിച്ചടിയാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു സൂചനയാകാം ഒരുപക്ഷെ രാഹുൽ ഈശ്വറിന്റെ ബെയിൽ അത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തള്ളിക്കൊണ്ടിപ്പോൾ കോടതി എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് ഈ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ പലരും രാഹുൽ ഈശ്വറിനെ ഉപദേശിച്ചതും അത് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് അതിജീവിതയെ അല്ലെങ്കിൽ ഈ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം പലരും ഉന്നയിച്ചതാണ്. അതിനെല്ലാം പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് രാഹുൽ ഓരോ ദിവസവും നിരവധി വീഡിയോകൾ, 3, 4, 5 വീഡിയോകൾ പോസ്റ്റ് ചെയ്ത ദിവസങ്ങൾ വരെയുണ്ട്. അതിലെല്ലാം ഈ യുവതിയെ മോശക്കാരിയാക്കുന്ന അല്ലെങ്കിൽ അവരുടെ വ്യക്തിവിവരങ്ങൾ പങ്കുവെക്കുന്ന തരത്തിൽ അങ്ങനെ അങ്ങേയറ്റം ഒരു കേസിന്റെ തുടക്കത്തിൽ ആരും ഇതിനു മുമ്പ് ഒരു പരാതിക്കാരി നേരിട്ടില്ലാത്ത ആക്രമണമാണ് ആ യുവതി നേരിട്ടത്, പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന്. ഏതായാലും ഇപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. രാഹുൽ ഈശ്വറിന്റെ വാദങ്ങൾ കോടതി തള്ളുന്നു. യുവതിയുടെ ചിത്രം പങ്കുവച്ചിട്ടില്ല, വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന നിലപാടിലേക്ക് കോടതി പോകുന്നു. പ്രത്യേകിച്ച് പ്രോസിക്യൂഷനും പോലീസും ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം ഉന്നയിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതിന് തെളിവായി നൽകിയതും അല്ലെങ്കിൽ അതിന് സൂചിപ്പിക്കാൻ
പിൻബലം നൽകിയത് രാഹുലിന്റെ തന്നെ നടപടികളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ പോലീസ് വീട്ടിലെത്തിയപ്പോൾ വീഡിയോ പകർത്തുന്നു, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാന ഡിജിറ്റൽ തെളിവായ രാഹുലിന്റെ ലാപ്ടോപ്പ് അത് ഒളിപ്പിച്ചു വെക്കുകയാണ് താൻ എന്ന് വീഡിയോയിലൂടെ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞതാണ്. അതെന്തായാലും പോലീസ് കോടതിയിൽ കൃത്യമായി ഉന്നയിച്ചു. അന്വേഷണത്തോട് നിസ്സഹകരണം അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാതെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആ വീഡിയോ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് കോടതിയെ സമീപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.